ഹായ് ഓൾ, എല്ലാവർക്കും ഓറിയന്റേഷൻ പ്രോഗ്രാം 11.0ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ BA ഹിസ്റ്ററി തേർഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഷെഫ്ന മാമും ജാസ്മിൻ മാമും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇഗ്നോ സിലബസ് ഡീകോഡിംഗ് ബി എ ഹിസ്റ്ററിയുടെ പ്രോഗ്രാം കോഡ് വരുന്നത് തന്നെ BAHIH എന്നുള്ളതാണ്. അപ്പം തേർഡ് ഇയറിൽ നിങ്ങളുടെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോഴ്സസ്, ആ കോഴ്സസിൽ തന്നെ എത്ര തീംസ് ആണുള്ളത് അല്ലെങ്കിൽ എത്ര ബ്ലോക്സ് ആണുള്ളത്, ആ ബ്ലോക്സിനകത്ത് എത്രത്തോളം യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, ദെൻ ഓരോ കോഴ്സസിനും എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ദിസ് ഡെക് വിൽ ഹെൽപ്പ് യു ഡു. അപ്പം ഈ ഒരു സെഷൻ നിങ്ങളെ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം, അണ്ടർസ്റ്റാൻഡ് സ്ട്രക്ചർ. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ സിലബസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ സാധിക്കും. ദെൻ ഡീകോഡ് എവറി കോഴ്സ്. നിങ്ങൾക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുള്ള 8 പേപ്പറിന്റെയും സിലബസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ആ 8 കോഴ്സസിലും എത്രത്തോളം തീംസ് അല്ലെങ്കിൽ ബ്ലോക്സ് ആണ് വരുന്നത്, ആ ഓരോ ബ്ലോക്സിലെയും യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കും. ദെൻ അലൈൻ റിസോഴ്സസ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള റിസോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും അല്ലെ, ലെക്ചേഴ്സ് ആയിട്ടും നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സും വാല്യൂ ആഡഡ് നോട്ട്സും ദെൻ അസൈൻമെന്റ് ഗൈഡ്സും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ റിസോഴ്സസിനെ എങ്ങനെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഓരോ യൂണിറ്റ് പഠിക്കണം അല്ലെങ്കിൽ ഓരോ റിസോഴ്സസും ഏത് രീതിയിലാണ് നിങ്ങളെ പഠിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുക, നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അജണ്ട ആൻഡ് ഫ്ലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ സിലബസ് സ്ട്രക്ചർ. അപ്പം ഈ ഒരു സെഷന്റെ നമ്മളുടെ അജണ്ട എന്ന് പറയുന്നത് എന്താണ്? ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഗ്നോ സിലബസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമതായി പ്രോഗ്രാം സിലബസ് ഓവർവ്യൂ. തേർഡ് ഇയറിലെ പ്രോഗ്രാമിന്റെ സിലബസ്, എത്രത്തോളം കോഴ്സസ് ആണ് നിങ്ങൾക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ദെൻ ഡീറ്റെയിൽഡ് ഡീകോഡിംഗ്, കോഴ്സ് ബൈ കോഴ്സ്. ഇങ്ങനെ 8 കോഴ്സസ് നിങ്ങൾക്ക് തേർഡ് ഇയറിൽ വരുന്നുണ്ട്. അപ്പം ഈ 8 കോഴ്സസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കോഴ്സിന്റെ അകത്തും എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, അതിൽ എത്രത്തോളം നിങ്ങൾക്ക് എത്രത്തോളം ക്രെഡിറ്റ്സ് ആണ് വരുന്നത് എന്നൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ മാപ്പിംഗ് സിലബസ് ടു ലേണിംഗ് സപ്പോർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സിലബസിനെ നമ്മൾ റിസോഴ്സസിനെ യൂസ് ചെയ്തിട്ട് ആ ഒരു റിസോഴ്സസിനെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയും. ദെൻ അഡ്വാൻസ്ഡ് ലേണിംഗ് ടൂൾസ് ഓവർവ്യൂ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹൗ ഇഗ്നോ സിലബി ആർ ഓർഗനൈസ്ഡ്. ഇനി ഇഗ്നോ സിലബസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഹൈറാർക്കിയാണ് നമുക്കുള്ളത്, ഒരു ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹൈറാർക്കി ആണുള്ളത്. അപ്പം നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് BA ഹിസ്റ്ററി ആണ് അല്ലെ, BAHIH ആണ്. ഇയർ എന്ന് പറയുന്നത് തേർഡ് ഇയർ ആണ്. ഈ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 8 കോഴ്സസ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. എക്സാമ്പിൾ BHIC 111, ഇതൊരു കോർ കോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ കോഴ്സിനെ തന്നെ ഓരോ കോഴ്സും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ കോഴ്സിനെ നമ്മൾ ബ്ലോക്സ് ആയിട്ടും അല്ലെങ്കിൽ തീംസ് ആയിട്ടും ആണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബ്ലോക്സ് അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് കുറച്ചധികം യൂണിറ്റ്സുകളുടെ ഒരു കൂട്ടമാണ് ബ്ലോക്സ് അല്ലെങ്കിൽ തീംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ ഓരോ തീംസിന്റെ അകത്തും നമ്പർ ഓഫ് യൂണിറ്റ്സും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ടൈപ്പിലാണ് നിങ്ങളുടെ ഇഗ്നോ സിലബസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം, കോഴ്സ്, ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്. ഡീകോഡിംഗ് കോഴ്സ് കോഡ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കോഡ് വരുന്നത് എന്താണ്? BAHIH എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഓരോ കോഴ്സിനെയും നമ്മൾ ഓരോ കോഡ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എക്സാമ്പിൾ BHIC 111, ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ BHIC, ഇവിടെ നമ്മൾ BHIC എന്നില്ല, BHI എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചുലർ ഓഫ് ഹിസ്റ്ററി, C എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർ കോഴ്സ് എന്നുള്ളതാണ്. 111, പിന്നെ അതിന്റെ ഒരു ലെവലാണ് ഈ ഒരു 111 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഇലക്റ്റീവ് കോഴ്സ് ആണ് എന്നുള്ളതെങ്കിൽ ഈ കോഡിൽ മാറ്റം വരും. ഇവിടെ കോർ പേപ്പർ ആയതുകൊണ്ടാണ് BHIC എന്ന് പറയുന്നത്. ഇനി ഒരു ഇലക്റ്റീവ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ BHIE എന്നായിരിക്കും അവിടെ കോഴ്സിന്റെ കോഡ് വരുന്നത്. BHI 143, 145 അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നമ്മളുടെ പ്രോഗ്രാം സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്റ്റീവ്സിന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ കോഴ്സ് എടുത്തു കഴിഞ്ഞാലും ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ തീംസ് അല്ലെങ്കിൽ ബ്ലോക്സ് ആയിട്ട്
ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്ലോക്സിന്റെ അകത്തും ഡിഫറെന്റ് യൂണിറ്റ്സും വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ തീംസ് അല്ലെങ്കിൽ ബ്ലോക്സ് യൂണിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്? തീം അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് കുറച്ചധികം യൂണിറ്റുകളുടെ ഒരു കൂട്ടമാണ്. അപ്പൊ നമ്മളൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്നൊക്കെ പറയാം. ഇനി യൂണിറ്റ് എന്ന് പറയുമ്പോഴോ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള യൂണിറ്റുകൾ, ആ യൂണിറ്റിൽ കൃത്യമായിട്ട് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എന്തിനായിരിക്കും നമ്മൾ ആ യൂണിറ്റ് പഠിക്കുന്നത്, അതിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ ഒരു യൂണിറ്റിൽ തന്നെ ഉണ്ടാവും. നമ്മളിപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടീം 1 അല്ലെങ്കിൽ ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ബ്ലോക്ക് 1ന്റെ കീഴിൽ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 1, 2, 3, 4 യൂണിറ്റ്സ് നമുക്ക് വരാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ യൂണിറ്റ് 1 സബ് ടോപ്പിക് എ, യൂണിറ്റ് 2 സബ് ടോപ്പിക് ബി, യൂണിറ്റ് 3 സബ് ടോപ്പിക് സി. ഈ രീതിയിലാണ് നിങ്ങളുടെ കോഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് ക്രെഡിറ്റ്സ് എന്നുള്ളത് നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ക്രെഡിറ്റ്സ്. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു തേർഡ് ഇയറിൽ പഠിക്കാനുള്ള എല്ലാ കോഴ്സസിന്റെയും ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പേപ്പർ പഠിക്കാൻ നിങ്ങൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിന് നിങ്ങൾ എത്രത്തോളം വാല്യൂ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ക്രെഡിറ്റ് വെച്ച് കഴിഞ്ഞാൽ 30 അവർ ആണ്. ഒരു 6 ക്രെഡിറ്റ് ഉള്ള പേപ്പറിന് നിങ്ങൾ ടോട്ടലി 6 × 30 180 അവർ ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇതാണ് ക്രെഡിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് തിയറി പേപ്പർ ആണ്. നമ്മളുടെ BA ഹിസ്റ്ററി എന്ന് പറയുന്നത് മെയിൻലി തിയറി പേപ്പർ ആണ്. നെക്സ്റ്റ് പ്രോഗ്രാം സ്നാപ്ഷോട്ട് BA ഹിസ്റ്ററി തേർഡ് ഇയർ. നമ്മൾ ഇനി BA ഹിസ്റ്ററി തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ള കോഴ്സസിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ടോട്ടൽ നമുക്ക് 9 കോഴ്സസ് ആണ് ഉള്ളത്. അതിൽ 8 കോഴ്സസ് ആണ് നമ്മൾ ഓരോരുത്തരും ചൂസ് ചെയ്യേണ്ടി വരാം. ഇങ്ങനെ ഈ 9 കോഴ്സസിലും കൂടെ ആയിട്ട് ടോട്ടൽ ക്രെഡിറ്റ് 6 ആണ് തരുന്നത്. കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് 100% തിയറി പേപ്പർ ആണ്. ഇനി ഓരോ കോഴ്സസും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോഴ്സ് BHIC 111 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1780 to 1939. ഇതൊരു ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള തിയറി പേപ്പർ ആണ്. എന്താണ് ഫുള്ളി അവൈലബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ലേൺ വൈസിൽ സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സസിനെയാണ് ഫുള്ളി അവൈലബിൾ കോഴ്സ് എന്ന് പറയുന്നത്. ഈ പേപ്പറിന്റെ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. ദെൻ രണ്ടാമത്തെ ഒരു പേപ്പർ BHIC 112 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1605 to 1750 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്, 6 ആണ് ക്രെഡിറ്റ്. ദെൻ BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ BHIE 145 സം ആസ്പെക്ട്സ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി 1789 to 1945 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, 6 ആണ് ക്രെഡിറ്റ്. ദെൻ BHIC 113 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1857 to 1950 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. ദെൻ BHIC 114 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1780 to 1939 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, 6 തന്നെയാണ് ക്രെഡിറ്റ്. Then BHIE 142 ഹിസ്റ്ററി ഓഫ് മോഡേൺ ഈസ്റ്റ് ഏഷ്യ ജപ്പാൻ 1868 to 1945 തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. Then BHIE 144 ട്രഡീഷൻ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ ഇന്ത്യ തിയറി പേപ്പർ ആണ്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. അവസാനത്തെ പേപ്പർ BHIE 141 ഹിസ്റ്ററി ഓഫ് ചൈന 1840 to 1978 തിയറി പേപ്പർ ആണ്, മെറ്റീരിയൽസ് ഓൺലി കോഴ്സ് ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. അപ്പൊ മെറ്റീരിയൽ ഓൺലി കോഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലേൺ വൈസിൽ സപ്പോർട്ട് ചെയ്യാത്ത, വീഡിയോ ക്ലാസ് അവൈലബിൾ അല്ലാത്ത പേപ്പർ ആണ് BHIE 141 എന്ന് പറയുന്നത്. നമ്മൾ ഒന്നുകൂടെ നമ്മളുടെ കോഴ്സ് തേർഡ് ഇയറിലെ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ BHIC 111 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1780 to 1939 6 ആണ് ക്രെഡിറ്റ്, തിയറി ആണ്. Then BHIC 112 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1605 to 1750 6 ആണ് ക്രെഡിറ്റ്, തിയറി പേപ്പർ ആണ്. Then BHIC 113 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1857 to 1950 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. Then BHIC 114 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് 1780 to 1939 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. Then BHIE 141 ഹിസ്റ്ററി ഓഫ് ചൈന 1840 to 1978 മെറ്റീരിയൽ ഓൺലി കോഴ്സ് ആണ്, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. Then BHIE 142 ഹിസ്റ്ററി ഓഫ് മോഡേൺ ഈസ്റ്റ് ഏഷ്യ ജപ്പാൻ 1868 to 1945 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. Then BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്.
Then BHIE 144 Tradition of History Writing in India 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. Then BHIE 145 Some Aspects of European History 1789 to 1945 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. ഇനി നമ്മൾ ഈ ഒരു ഡീപ്പ് ഡീകോഡിംഗിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ 8 പേപ്പർ ആണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. BHIC 111, BHIC 112, BHIE 143, BHIE 145, BHIC 113, BHIC 114, BHIE 142, BHIE 144. ഇത്രയും പേപ്പർ ആണ് നമ്മൾ ഇവിടെ സിലബസ് ഡീകോഡിംഗിൽ ഡീപ്പായിട്ട് ഡീകോഡ് ചെയ്യുന്നത്. BHIE 141നെ നമ്മൾ ഇതിൽ ഡീപ്പായിട്ട് ഡീകോഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കോർക്കോസ് ആയിട്ടുള്ള BHIC 11 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് ഫസ്റ്റ് 1780 ടു 1939 എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. മൊത്തം 18 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ 18 യൂണിറ്റ്സ്? ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ദ മോഡേൺ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചർ. സെക്കൻഡ് യൂണിറ്റ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. തേർഡ് യൂണിറ്റ് ഫോർമേഷൻ ഓഫ് മോഡേൺ ഫ്രഞ്ച് സ്റ്റേറ്റ്. Fourth unit, intellectual trends. Fifth unit, political transition in Britain, 1780 to 1850. Sixth unit, European political mobilizations, 1830 to 1848. Then seventh unit, new political systems. Eighth unit, rise of industrial capitalism. Ninth unit, industrialization, 1750 to 1850. Then 10th unit, industrialization, 1851 to 1914. 11th unit, industry and urbanization. 12th unit, evolution and differentiation of social classes. 13th unit, demography, family and gender. 14th unit, nationalism and the nation state. 15th unit, formation of nation states 1, British and French. 16th unit, formation of nation states 2, Germany and Italy. 17th unit, empires and nation state 1, Ottoman and Habsburg. Then unit 18, empires and nation state 2, റഷ്യൻ എംപയർ ആൻഡ് സോവിയറ്റ് യൂണിയൻ. ഇതാണ് നമുക്ക് BHIC 111 പഠിക്കാനുള്ള 18 യൂണിറ്റ്സ്. ഇനി രണ്ടാമത്തെ നമ്മളുടെ പേപ്പർ ആയിട്ടുള്ള BHIC 112 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 7 1605 ടു 1756 ക്രെഡിറ്റ് വരുന്ന പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. മൊത്തം നമ്മൾ ഇതിനെ 7 തീംസ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 7 തീംസിലും കൂടി ആയിട്ട് ടോട്ടൽ 18 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഏതൊക്കെയാണ് ആ തീമുകളെന്നും ആ തീമിൽ വരുന്ന ഓരോ യൂണിറ്റ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് തീം സോഴ്സസ് ആൻഡ് ലിറ്റററി ട്രഡീഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് തീമിൽ 2 യൂണിറ്റ്സ് വരുന്നു. ഫസ്റ്റ് യൂണിറ്റ് പേർഷ്യൻ ഹിസ്റ്ററീസ് ആൻഡ് മെമ്മോയ്സ്. സെക്കൻഡ് യൂണിറ്റ് സാൻസ്ക്രിറ്റ് കാവ്യ ലിറ്ററേച്ചർ, റീജിയണൽ സോഴ്സസ് ആൻഡ് ട്രാവലോഗ്സ്. ദെൻ സെക്കൻഡ് തീം പൊളിറ്റിക്കൽ പ്രോസസ്സസ് എന്നുള്ളതാണ്. 3 യൂണിറ്റ് ആണ് സെക്കൻഡ് തീമിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻ ഡെക്കാൻ ആൻഡ് റൈസ് ഓഫ് മറാത്താസ്. Second unit, the Rajputs conflicts and collaborations. Third unit, rise of Sikh power. ഇനി തീം 3 പ്രൊഡക്ഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് ആണ്. അതിൽ ടോട്ടൽ 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, മാനുഫാക്ചർ ആൻഡ് ആർട്ടിസണൽ ഗ്രൂപ്പ്സ്. ദെൻ സെക്കൻഡ് യൂണിറ്റ് ഇൻലാൻഡ് കോമേഴ്സ്. തേർഡ് യൂണിറ്റ് ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് നെറ്റ്വർക്ക്. ഫോർത്ത് യൂണിറ്റ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ്. തീം 4 സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് റിലീജിയൻ എന്നുള്ളതാണ്. 3 യൂണിറ്റ്സ് ആണ് തീം 4 വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് റിലീജിയസ് ഐഡിയാസ് ആൻഡ് മൂവ്മെന്റ്സ് 1. സെക്കൻഡ് യൂണിറ്റ് റിലീജിയസ് ഐഡിയാസ് ആൻഡ് മൂവ്മെന്റ്സ് 2. തേർഡ് യൂണിറ്റ് സ്റ്റേറ്റ് റിലീജിയൻ ആൻഡ് സൊസൈറ്റി. ഇനി നമ്മൾ തീം 5ലേക്ക് വരുമ്പോൾ വിഷ്വൽ കൾച്ചർ ആണ്. അതിലും 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ ആർക്കിടെക്ചറിനെ കുറിച്ചും, സെക്കൻഡ് യൂണിറ്റിൽ പെയിന്റിങ്സ് ആൻഡ് ഫൈൻ ആർട്സിനെ കുറിച്ചിട്ടും, തേർഡ് യൂണിറ്റിൽ പെയിന്റിങ്സ് ഡൈവേഴ്സ് ട്രഡീഷൻസിനെ കുറിച്ചിട്ടും ആയിരിക്കും നമ്മൾ പഠിക്കുക. തീം 6 and 7 സൊസൈറ്റി കൾച്ചർ ആൻഡ് 18th സെഞ്ചുറി എന്നുള്ളതാണ്. 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് കോട്ട്ലി കൾച്ചർ, സെക്കൻഡ് യൂണിറ്റ് വിമൻ ആൻഡ് ജെൻഡർ, തേർഡ് യൂണിറ്റ് മുഗൾ ഡീക്ലൈൻ ആൻഡ് ഡിസിൻറ്റഗ്രേഷൻ. ഇത്രയാണ് നമുക്ക് BHIC 112 പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു പേപ്പർ ആണ് BHIE 143 ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റ്. 6 ക്രെഡിറ്റ് വരുന്ന ഒരു പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. 12 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ ടോട്ടലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. First unit is studying environmental concern in history, a perspective. Second unit, environment and early societies. 1, hunting, gathering and nomadic. Third unit,
Environment and Early Society. Second, River Valley Civilizations. Fourth unit, Environment Issues in Medieval Ages in India. Fifth unit, Environmental Issues in the Early Modern Society. Then sixth unit, Indian Philosophy and Environment. Seventh unit, Conservation Through the Ages. Eighth unit, Colonialism and Environment, Green Imperialism. Then ninth unit, Debates on Environment and Health. 10th unit, Development and Environmental Concerns in Post-Colonial Societies. 11th unit, Gender and Environment. 12th unit, Role of UN, NGOs, etc. in the shaping of environmental movement. അടുത്തൊരു പേപ്പറാണ് BHIE 145. Some aspects of European history 1789 to 1945. 6 ക്രെഡിറ്റ് വരുന്ന ഒരു തിയറി പേപ്പർ ആണ്. പക്ഷേ ഈ ഒരു പേപ്പറിന്റെ സിലബസിനെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവൈലബിൾ അല്ല. BHIE 145ൻ്റെതാണ് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. അടുത്തൊരു പേപ്പറാണ് BHIC 113 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1857 to 1950. 6 ക്രെഡിറ്റ് വരുന്ന അടുത്തൊരു പേപ്പറാണ്, തിയറി പേപ്പറാണ്. മൊത്തം 21 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത്. ആദ്യത്തെ യൂണിറ്റ് എഫക്ട്സ് ഓഫ് ഇംപീരിയലിസം. സെക്കൻഡ് യൂണിറ്റ് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് 19th century. യൂണിറ്റ് 3 നോൺ ബ്രാഹ്മൺ മൂവ്മെന്റ്സ് വെസ്റ്റ് ആൻഡ് സൗത്ത്. യൂണിറ്റ് 4 ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. യൂണിറ്റ് 5 മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. യൂണിറ്റ് 6 ദ സ്വദേശി മൂവ്മെന്റ്. Unit 7, Non-Cooperation and Khilafat Movement 1919 to 1922. 8th unit, Civil Disobedience 1930 to 1934. Unit 9, The Revolutionaries. Unit 10, Constitutional Reforms. Unit 11, Quit India Movement. Unit 12, Azad Hind Fauj അഥവാ INA. Unit 13, Popular Struggles in Princely States. Unit 14, Mahatma Gandhi, Perspectives of Methods. Unit 15, Nationalism and Culture, Literature. Unit 16, Left-Wing Movements. Unit 17, Growth of Trade Union and Peasant Movements. Unit 18, Capitalistic Class and Freedom Struggle. Unit 19, Towards Independence 1945 to 1947. Unit 12, Communalism and Partition of India. Unit 21, Emergence of Independent India. അടുത്തൊരു പേപ്പറാണ് BHIC 114 ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ് സെക്കൻഡ് 1780 to 1939. 6 ക്രെഡിറ്റ് വരുന്ന തിയറി പേപ്പർ ആണ്. മൊത്തം 17 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ലിബറൽ ഡെമോക്രസി. സെക്കൻഡ് യൂണിറ്റ് ഏർലി സോഷ്യലിസ്റ്റ് തോട്ട് ആൻഡ് മാർക്സിയൻ സോഷ്യലിസം. തേർഡ് യൂണിറ്റ് കൗണ്ടർ റെവല്യൂഷൻ ഫസ്റ്റ് ഫാസിസം ടു കൺസർവേറ്റീവ്. Fourth unit, Counter Revolution. Second, National Socialism. Fifth unit, The Socialist World First. Sixth unit, The Socialist World Second. Then seventh unit, Colonialism and Imperialism. Eighth unit, Pattern of Colonial Domination First. Ninth unit, Patterns of Colonial Domination Second. 10th unit, Cultural Dimensions of Imperialism. 11th unit, Two World Wars. 12th unit, Crisis of Capitalism. 13th unit, Glimpse of Post-War World First. Unit 14, Glimpse of Post-War World Second. Unit 15, Cultural and Intellectual Development since 1850. Unit 16, Creations of New Cultural Forms. Unit 17, Culture and the Making of Ideologies. അടുത്തൊരു പേപ്പറാണ് BHIE 142 ഹിസ്റ്ററി ഓഫ് മോഡേൺ ഈസ്റ്റ് ഏഷ്യ ജപ്പാൻ 1868 to 1945. 6 ക്രെഡിറ്റ് വരുന്ന തിയറി പേപ്പർ ആണ്. 14 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ദ റൂട്ട്സ് ഓഫ് മോഡേൺ ജപ്പാൻ. സെക്കൻഡ് യൂണിറ്റ് ഏർലി മോഡേണിറ്റി ദ തോക്കുഗാവ പീരിയഡ് 1600 to 1868. തേർഡ് യൂണിറ്റ് മെയ്ജി റീസ്റ്റോറേഷൻ ആൻഡ് ക്രിയേഷൻ ഓഫ് മോഡേൺ ജപ്പാൻ. Fourth unit, Meiji Political Order. Fifth unit, Civilization and Enlightenment, New Social Order. Sixth unit, Meiji Industrialization and Development. Seventh unit, Other Voices, Opposition to Meiji Policies. Eighth unit, Meiji Japan, Seeking International Equality. Ninth unit, Japan's Emergence as an Economic Power. 10th unit, Imperial Democracy and Political Parties. 11th unit, Rise of Militarism. 12th unit, Japan supporting anti-colonial movements. 13th unit, Japan's colonial empire and its defeat. 14th unit, Japan defeat and the Allied occupation. അടുത്തൊരു പേപ്പർ BHIE 144 ആണ്. ട്രഡീഷൻ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ ഇന്ത്യ. 6 ക്രെഡിറ്റ് വരുന്ന തിയറി പേപ്പർ ആണ്. മൊത്തം 8 തീംസ് ആയിട്ടാണ് ഈ ഒരു പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 8 തീംസിലും കൂടി ആയിട്ട് മൊത്തം 20 യൂണിറ്റ്സും ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്.
ആദ്യത്തെ തീം എന്ന് പറയുന്നത് പാസ്റ്റ് ആൻഡ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അതിൽ ആകെ ഒരു യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 വാട്ട് ഈസ് ഹിസ്റ്ററി. ദെൻ സെക്കൻഡ് തീം ഹിസ്റ്ററി റൈറ്റിംഗ് ഇൻ ഏർലി ഇന്ത്യ. മൊത്തം 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ സെക്കൻഡ് യൂണിറ്റ് 2 മിത്സ്, ദാന, സ്തുതി, ഗാഥ ആൻഡ് ആഖ്യാന. Then Unit 3 Buddhist and Jain traditions. Unit 4 Kathas and Charitas. Unit 5 Inscriptions and Prashastis. Unit 6 Kalhana. ടീം 3 സൗത്ത് ഇന്ത്യ ആണ്. 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 7 സംഘം ലിറ്റററി ട്രഡീഷനും യൂണിറ്റ് 8 അമുക്തമാലഡ ആൻഡ് റായവചകമു നമ്മൾ പഠിക്കും. ദെൻ തീം 4 റീജിയണൽ ട്രഡീഷൻസ് എന്നുള്ളതാണ്. 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 9 ഹാജിയോഗ്രഫീസ് ആൻഡ് ഭക്തി ട്രഡീഷൻസ്. യൂണിറ്റ് 10 ജീനിയോളജീസ് ആൻഡ് ഫാമിലി ഹിസ്റ്ററീസ്. യൂണിറ്റ് 11 ബഹാർ ആൻഡ് ബുറഞ്ചി. ദെൻ തീം 5 ഇൻഡോ പേർഷ്യൻ ട്രഡീഷൻസ് ആണ്. 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 12 സിയാവുദ്ദീൻ ബറാനിയെ കുറിച്ചും യൂണിറ്റ് 13 മുഹമ്മദ് കാസിം ഫെരിഷ്തയെ കുറിച്ചും യൂണിറ്റ് 14 അബുൽ ഫസലിനെ കുറിച്ചായിരിക്കും പഠിക്കുക. ദെൻ തീം 6 ഇന്ത്യ സീൻ ബൈ അതേഴ്സ്. യൂണിറ്റ് 15 ഗ്രീക്ക്, ചൈനീസ്, അറബ്, പേർഷ്യൻ അക്കൗണ്ട്സും യൂണിറ്റ് 16 യൂറോപ്യൻ ട്രാവലോഗ്സും നമ്മൾ പഠിക്കും. ദെൻ തീം 7 കൊളോണിയൽ ഇന്ത്യ. യൂണിറ്റ് 17 കൊളോണിയൽ ഹിസ്റ്ററി റൈറ്റിംഗും യൂണിറ്റ് 18 നാഷണലിസ്റ്റും നമ്മൾ പഠിക്കും. ദെൻ തീം 8 പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. യൂണിറ്റ് 19 മാർക്സിസ്റ്റ് ആൻഡ് സബാൾട്ടേൺസ്. യൂണിറ്റ് 20 എമർജിംഗ് തീംസ് ഇൻ ഹിസ്റ്ററി റൈറ്റിംഗ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മളുടെ ഈ കോഴ്സിനെ നമ്മൾ ഒന്നുകൂടെ സമറൈസ് ചെയ്ത് പറയുമ്പോൾ ഫസ്റ്റത്തെ ഒരു പേപ്പർ BHIC 111 മോഡേൺ യൂറോപ്പ് സെക്കൻഡ് തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. നമ്മൾ മൊത്തം അതായത് ബ്ലോക്സും തീംസ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്യാതെ മൊത്തം നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 18 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. രണ്ടാമത്തെ പേപ്പർ BHIC 112 തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. 7 തീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 7 തീംസിലും കൂടെ ആയിട്ട് 18 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദെൻ തേർഡ് പേപ്പർ BHIC 113 തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. ഇതിനെയും നമ്മൾ ബ്ലോക്സും തീംസും ഒന്നായിട്ട് ഡിവൈഡ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 21 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ദെൻ ഫോർത്ത് വൺ BHIC 114 തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള 17 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിലുള്ളത്. ദെൻ BHIE 142 മോഡേൺ ഈസ്റ്റ് ഏഷ്യ തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. 14 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ദെൻ BHIE 143 തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 12 യൂണിറ്റ്സ് ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. ദെൻ BHIE 144 ഹിസ്റ്ററി റൈറ്റിംഗ് തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ്. 8 തീംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 8 തീംസിലും കൂടെ ആയിട്ട് 20 യൂണിറ്റ്സും ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട്. അടുത്തൊരു പേപ്പർ BHIE 145 തിയറി പേപ്പർ ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. പക്ഷെ അതിന്റെ സിലബസ് നമുക്ക് അൺനോൺ ആണ്. ഇത്രയാണ് നമ്മളുടെ BA ഹിസ്റ്ററി തേർഡ് ഇയറിൽ വരുന്ന കോർ പേപ്പേഴ്സ് അല്ലെ പ്രധാനപ്പെട്ട കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷഫ്ന മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. ഓക്കെ, താങ്ക് യു മാം. നമ്മളിപ്പോ BA ഹിസ്റ്ററിയുടെ തേർഡ് ഇയറിന്റെ കംപ്ലീറ്റ് സിലബസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി നമ്മുടെ സിലബസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഡിക്കോഡ് ആയിട്ട്, അതായത് നമ്മുടെ ഓരോ ഈ സിലബസ് നമ്മൾ ബ്ലോക്സ് ആയിട്ടും യൂണിറ്റ് ആയിട്ടും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ടാണ് നമ്മൾ തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ യൂണിറ്റ്സിനെയും ബ്ലോക്സിനെയും മാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഈ സ്പെസിഫിക് യൂണിറ്റ്സ് എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽസും ലെക്ചേഴ്സും വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് റിവിഷനും വേണ്ടിയിട്ട് എക്സാമിന് റെഡിനെസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിസോഴ്സ് കാറ്റലോഗ് ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിന് റെക്കോർഡഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ പെർ യൂണിറ്റിനെ കൺസെപ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഈ ലെക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഓരോ യൂണിറ്റ്സിന്റെയും വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഓരോ യൂണിറ്റും നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്
ഓരോ നോട്ട്സ് നമുക്ക് തന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ സിലബസ് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്സ് അവൈലബിൾ ആണ്. നമ്മുടെ TMA സബ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്സ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ്സ് എഴുതി തുടങ്ങാം. അതുപോലെ PYQA അനാലിസിസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ PYQA അനാലിസിസ് നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ലൈവ് സെഷൻസിലൂടെ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ്. അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ റിവിഷൻ മെറ്റീരിയൽസിനെ ടാർഗറ്റ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് മോഡൽ എക്സാംസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ TEE പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ യൂണിറ്റ്സും ഞങ്ങൾ ടൈം ടേബിളിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മോഡൽ എക്സാംസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വെൽബീയിങ് സപ്പോർട്ട്. നിങ്ങൾക്ക് പഠിക്കുന്നതിനിടയിൽ കുറെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് റിസോഴ്സ് അലൈൻമെന്റ് ഫ്രെയിംവർക്ക് ആണ്. നമുക്ക് റിസോഴ്സ് ടൈപ്പുകൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ കോഴ്സ് ലെവലിലാണ് ഫിറ്റ് ചെയ്യുക, അതുപോലെ ബ്ലോക്സ്, യൂണിറ്റ്സ്, അതിന് ഫിറ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ റെക്കോർഡ് ലെക്ചേഴ്സ് നമ്മൾ കംപ്ലീറ്റ് സിലബസിന്റെ ഓവർവ്യൂ, കോണ്ടെക്സ്റ്റ് എല്ലാം ഉണ്ടാവും. നമ്മൾ അതിന്റെ തീമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ ലെക്ചേഴ്സിൽ ഉണ്ടാവും. അപ്പൊ അത് ഡീപ്പായിട്ട് ഡൈവ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് നമ്മൾ യൂണിറ്റ്സുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. നമ്മുടെ സിലബസിന് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുത്തിട്ടുള്ളത്. സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ക്വിക്കായിട്ട് റീഡ് ചെയ്യാനും വാല്യൂ ആഡഡ് നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് PYQA നമ്മുടെ എക്സാം ട്രെൻഡ്സിനനുസരിച്ച് ബെസ്റ്റ് ഫിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. PYQA വെയിറ്റേജിനനുസരിച്ച് എങ്ങനെ പഠിക്കാം, അതുപോലെ എക്സാമിന് ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഒക്കെ PYQA അനാലിസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് മോഡൽ എക്സാംസ് ആണ്. നമ്മൾ എക്സാംസിന് പഠിച്ചതിന് ശേഷം ലേൺവേസിന്റെ ഭാഗത്തുനിന്ന് മോഡൽ എക്സാംസ് ഉണ്ടാവും. അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എക്സാമിന് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് അസൈൻമെന്റ് ഗൈഡ് ആണ്. അസൈൻമെന്റ് ഗൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ഓവറോൾ കംപ്ലീഷനുള്ള എല്ലാ ആൻസേഴ്സും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്ലൈഡ് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സ്പെസിഫിക് ആൻസേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ലേണിംഗ് ടൂൾസ് ആൻഡ് റിസോഴ്സസ് ആണ് പറയുന്നത്. ലേണിംഗ് ആൻഡ് റിവിഷൻ എന്നുള്ളത്. ലേണിംഗ് ആൻഡ് റിവിഷനിൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ വാല്യൂ ആഡഡ് നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ അക്കാദമിക് റൈറ്റിംഗ് സപ്പോർട്ടും പ്ലാജിയറിസം ചെക്ക് ബെസ്റ്റ് പ്രാക്ടീസസിനും അസൈൻമെന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അസൈൻമെന്റ് എഴുതുന്നതിലൂടെ നമ്മൾ സിലബസിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് വരുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയയും കാര്യങ്ങളൊക്കെ അസൈൻമെന്റ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി എക്സാം റെഡിനെസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PYQA പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് ഒരു PYQA ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാം. മോഡൽ എക്സാംസും അതുപോലെ TEE ഹെൽപ്പ് ഡെസ്കും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് വെൽബീയിങ് ആയിട്ടുള്ള സപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് മെന്റലി ആയാലും അതുപോലെ അക്കാദമിക്കലി എന്ത് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് സപ്പോർട്ടിനും നമുക്ക് ഹാപ്പിനെസ് അംബാസഡേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അക്കാദമിക്കലി അല്ലാണ്ട്
വേറെ കുറെ ഇംഗ്ലീഷിന് ചിലവർക്ക് ലോ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ആപ്പിൽ തന്നെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് അതിലെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഇനീഷ്യേറ്റീവ്സ്, നമ്മുടെ അക്കാദമിക്കലി ലൈവ് സെഷൻസിന് പുറമെ നമ്മൾ കുറെ സ്കില്ലിംഗ് ആൻഡ് കരിയർ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാക്കാറുണ്ട് ലേൺവൈസിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് കീ ടേക്ക് അവേസ് ആണ് പറയുന്നത്. ഡെൻസ് കരിക്കുലം, നമ്മളെ BA ഹിസ്റ്ററി തേർഡ് ഇയർ ഫീച്ചറിൽ നമുക്ക് തിയററ്റിക്കലി ഹിസ്റ്ററി യൂണിറ്റ്സ് വരുന്നത് മാം പറഞ്ഞല്ലോ, 21 യൂണിറ്റ്സ് പെർ കോഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെയാണെന്നുണ്ട് മാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ കൺസിസ്റ്റന്റ് വെയിറ്റേജ് ആണ്. എല്ലാ കോഴ്സും കൂടി നമുക്ക് യൂണിഫോം വെയിറ്റേജ് വരുന്നത് 6 ക്രെഡിറ്റ്സ് ആണ്. അതിൽ ബാലൻസ്ഡ് ടൈം അലോക്കേഷൻ ഓരോ സബ്ജക്ട്സിനും വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രക്ചറൽ വേരിയേഷൻസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള കോഴ്സസ് ആയ BHIC 112 ആൻഡ് BHIE 144 ടീംസിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറ്. അതുപോലെ BHIC 113 എന്നുള്ളത് യൂണിറ്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി റിസോഴ്സ് അലൈൻമെന്റില് നമ്മുടെ സ്ട്രക്ചേഴ്സ് നോട്ടിന്റെ ലീവറിങ് അതുപോലെ PYQA ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു നാവിഗേഷനിലൂടെ ഈ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻസ് എഫിഷ്യന്റ്ലി ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഈ എല്ലാ റിസോഴ്സസും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു കറക്റ്റ് ഫോളോ അപ്പ് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ നമ്മുടെ BA ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് സിലബസ് ആൻഡ് എങ്ങനെ പഠിക്കേണ്ട റിസോഴ്സസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ മാം? അതെ, നമുക്ക് ഇന്ന സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ജോയിനിങ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.